വൈശാഖോത്സവം നടക്കുന്ന കൊട്ടിയൂരിലെ വിശേഷങ്ങളിലേക്ക് കണ്ണൂർ റേഞ്ച് ഡിഐജി GH യതീഷ് ചന്ദ്ര അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തി. കുടുംബത്തോടൊപ്പമാണ് ഡിഐജി കൊട്ടിയൂരിൽ ദർശനം നടത്താനായി എത്തിയത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അക്കരെ സന്നിധിയിൽ ദർശനം നടത്തിയ ശേഷം യതീഷ് ചന്ദ്ര പറഞ്ഞു. ആദ്യം വിസിറ്റ് ചെയ്തത് ചില സെക്യൂരിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസ് വെൽ ആസ് ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം, പിന്നെ ക്ലീൻലിനെസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിർദ്ദേശം ഉണ്ടായത്. ഒരു ടോട്ടൽ 49 പോയിന്റുകളെ നിർദ്ദേശം നമ്മളെ പോലീസ് ഉൾപ്പെടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു റിവ്യൂ നമ്മൾ ചെയ്തു. അത് കൂടെ ദർശനവും ചെയ്തു. റിവ്യൂ ചെയ്തപ്പോൾ ഒരു 90% മാക്സിമം എല്ലാം പാലിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിലും ഡസ്റ്റ്ബിൻസ് ഉണ്ട്. പിന്നെ റോഡിന് സൈഡിൽ ബാരിക്കേഡ്സ് വെച്ചിട്ടുണ്ട്. ട്രാഫിക് സ്മൂത്ത് ആണ്, പാർക്കിംഗ് വളരെ സ്മൂത്ത് ആണ്. പിന്നെ ഇവിടുത്തെ നോക്കിയാൽ നല്ല ക്യൂ സിസ്റ്റം എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് മെയിൻ ആവശ്യമുള്ളത് നമ്മളെ ഭക്തന്മാര് സ്ലിപ്പേഴ്സ് എവിടെയോ അവർ തോന്നുന്നത് വെച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സോ ബേസിക്കലി ഇത് ടെമ്പിൾ ആയതുകൊണ്ട് ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. സോ ടെമ്പിളിൽ നമ്മളെല്ലാവരും ഒരു ക്ലോക്ക് റൂംസ് ഉണ്ട്, അതിൽ തന്നെ സ്ലിപ്പേഴ്സ് വെക്കണം. പിന്നെ ബാക്കിയുള്ള ക്ലീൻലിനെസ് നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകണം. പാർക്കിംഗ് എന്തെങ്കിലും സമസ്യ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോലീസിന് ഔട്ട് പോസ്റ്റ് ഉണ്ട്. അവിടെ കൃത്യമായ ഒരു ലോജിക് വെച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ ഞങ്ങളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. പിന്നെ കന്നഡ അറിയുള്ള പോലീസുകാർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ടോട്ടൽ 600 പോലീസാണ് ഇവിടെ ഡെപ്യൂട്ടഡ്. ഷിഫ്റ്റ് വൈസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. SP എപ്പോഴും ഇവിടെ ഉണ്ടാകാറുണ്ട്. DYSPമാരുണ്ട്. വളരെ നല്ല സംവിധാനമാണ് പോലീസിന്റെ ഭാഗത്തിൽ. അതേപോലെ ദേവസ്വം ആളുകൾ എല്ലാവരും വളരെ നല്ലതായിട്ട് ഒരു റെസ്പോണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കണക്കെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 31-ാം തീയതി ഏകദേശം 1.5 lakhs കൂടുതലാണ് ആളുകൾ വന്നു പോയത്. ബട്ട് ആയാലും നിങ്ങൾക്ക് അത്ര വലിയ തിരക്ക് തോന്നിട്ടില്ല. മൺഡേ ആൻഡ് ട്യൂസ്ഡേ 1 and 2 അത്ര വലിയ ആളുകളില്ല. 70,000 ആൻ അവറേജ് വന്നിട്ടുണ്ട്. ഇന്നലെ അഗൈൻ 1.6 to 1.7 lakhs ആണ് ഭക്തന്മാർ വന്നത്. നല്ലതാണ്. ആൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു 10,000 വണ്ടികൾ, ഏകദേശം 8 to 10,000 വണ്ടികൾ വരാറുണ്ട്. ആൻഡ് ഫാസ്റ്റായിട്ട് വന്നു പോയത് കൊണ്ട് ഈസിയാണ്. ഇനി സാറ്റർഡേ സൺഡേ കൂടുതൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നല്ല ഒരുക്കങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ തിങ്ക് നന്നായിട്ട് ഇത് ദർശനം ഈ ഒരു സീസൺ നന്നായിട്ട് പോട്ടെ. എല്ലാവർക്കും ഭഗവാൻ എല്ലാവിധ ആരോഗ്യം, ഐശ്വര്യം കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കന്നഡ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. 600 പോലീസ് ഉദ്യോഗസ്ഥരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച 1.5 ലക്ഷത്തിലധികം പേരാണ് കൊട്ടിയൂരിൽ വന്നുപോയത്. പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അത്രയധികം ആളുകൾ വന്നില്ല. ശരാശരി 70,000 പേരാണ് വന്നത്. ബുധനാഴ്ച 1.7 ലക്ഷം ആളുകളാണ് വന്നത്. ദിവസവും ശരാശരി 8,000-10,000 വണ്ടികൾ വന്നു പോകുന്നുണ്ട്. ശനി ഞായർ ദിവസം കൂടുതൽ ആളുകൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും യതീഷ് ചന്ദ്ര പറഞ്ഞു. ജില്ലാ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും കൊട്ടിയൂരിൽ എത്തിയിരുന്നു. കണ്ണൂർ ജില്ലയിൽ ബാവലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാനന ക്ഷേത്രമാണ് കൊട്ടിയൂർ. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ആചാരങ്ങളിലെ വൈവിധ്യം കൊണ്ടാണ് വിശിഷ്ടമാകുന്നത്. ബാവലിപ്പുഴ 2ആയി മുറിച്ചാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത്. ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഇവിടെ ഉത്സവം. മണ്ണും മഴയും മനുഷ്യനും ഒന്നായിത്തീരുന്ന ഒരിടം. പ്രകൃതി ദൈവത്തോട് കലരുന്ന മഴച്ചാറ്റലിന്റെ താളത്തിനൊത്ത് ഉത്സവം കൊണ്ടാടുന്ന കൊട്ടിയൂർ. കൊട്ടിയൂർ ഒരു വർഷത്തെ ഉത്സവത്തിന് കൊട്ടിയൂർ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു സമ്മേളനം, ഈശ്വരന്റെ ഒരു സമ്മേളനം അനുഭവിച്ചറിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വർഷം മുഴുവൻ, പിന്നീടുള്ള ഒരു വർഷം മുഴുവൻ സ്വയം റീചാർജ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്നാണ് കൊട്ടിയൂർ സന്ദർശിച്ചു മടങ്ങുന്ന ഭക്തർ പറയുന്നത്. അത്രമാത്രം പ്രകൃതിയോട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരിടമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. മനുഷ്യന് വളരെയധികം ഈ തിരക്കുകളിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യന്റെ ഓരോ പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ ഇതൊക്കെ തരണം ചെയ്തു പോകുന്ന ജീവിതത്തിൽ നിന്നും ഒരു ആശ്വാസം മനസ്സിന് എന്തുകൊണ്ടും നൽകുന്ന ഇടം തന്നെയാണ് കൊട്ടിയൂർ. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ വൈശാഖോത്സവ കാലമായാൽ അവിടേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്നതിന്റെ പിന്നിലെ രഹസ്യവും മറ്റൊന്നല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.